بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى. الله لا إله إلا هو له الأسماء الحسنى. وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالواد المقدس طوى وأنا اخترتك فاستمع لما يوحى. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയുടെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് 9-ാമത്തെ ആയത്ത് മുതൽക്കാണ് നമുക്ക് പഠിച്ചു തുടങ്ങുവാനുള്ളത്. വഹൽ അതാക ഹദീസു മൂസാ إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് സൂറത്ത് താഹയിലെ ആദ്യ ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ താങ്കൾക്ക് ഇറക്കി തന്നത് താങ്കൾ പ്രയാസപ്പെടാനും കഷ്ടപ്പെടാനും ഒന്നുമല്ല, അത് ഇറക്കിയിരിക്കുന്നത് ലോക സൃഷ്ടാവും നിയന്താവും കാരുണ്യവാനുമായ അള്ളാഹുവിൽ നിന്നാണ്. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദഗ്രന്ഥം ഇറക്കി തന്നത് എന്ന നിലക്കാണ് കഴിഞ്ഞ ആയത്തുകളെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് 9-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു ഒരു ചരിത്രമാണ് ഇവിടെ കേൾപ്പിക്കുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു സൂറത്താണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു.
അങ്ങനെ അദ്ദേഹത്തിന് ഏറെ സമാശ്വാസം നൽകുന്ന വിധത്തിലുള്ള ചില വിഷയങ്ങളിലൂടെയാണ് ഇൻഷാ അള്ളാഹ് കടന്നു പോകുന്നത്. പരിശോധിക്കാം. وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى وهل أتاك حديث موسى മൂസായുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോ? ഹല്ലത്താക്ക ഹദീസ് മൂസ, ഹദീസുൽ ഹാശിയ എന്ന് നമ്മൾ പഠിച്ചതാണ്. ആ മൂടിക്കളയുന്ന സംഭവം നിങ്ങൾക്ക് വന്നോ, നിങ്ങൾക്ക് വന്നെത്തിയോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. അതേപോലെ മൂസാ നബി അലൈഹിസ്സലാമയുടെ വർത്തമാനം, ഹദീസുൽ വർത്തമാനം, അത്താക്ക താങ്കൾക്ക് വന്നിട്ടില്ലേ, താങ്കൾക്ക് വന്നു കിട്ടിയോ? അതായത് അദ്ദേഹം കണ്ടു, നാരൻ ഒരു തീ. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രവാചകരെ? മൂസാ നബി അലൈഹിസ്സലാം ഒരു തീ കണ്ട സംഭവം, ഒരു നാറ് കണ്ട സംഭവം, അതേതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു യാത്ര പറയാൻ. ഫഖാല ലിഅഹ്ലിഹി, അദ്ദേഹം പറഞ്ഞു, ലിഅഹ്ലിഹി തന്റെ കുടുംബത്തോട്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലായി പ്രസവിച്ച ഒരു കുഞ്ഞുണ്ട്. കൂടെ അവരുടെ കൂടെ ഒരു വേലക്കാരനും ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു, കുസൂ മക്കസ എന്ന് പറഞ്ഞാൽ താമസിച്ചു, ഒരല്പം നിങ്ങൾ ഇവിടെ നിൽക്കിട്ടോ, നിങ്ങൾ ഇവിടെ നിന്ന് കാത്തു നിൽക്കൂ. ഇന്നി ആനസ്തു നാറ, ഇന്നി തീർച്ചയായും ഞാൻ, ആനസ്തു ഞാൻ കണ്ടിരിക്കുന്നു. നേരത്തെ റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്, റഅയ്തു എന്നാണ് പറയാ ഞാൻ കണ്ടു എന്നുള്ളതിന്. ഇവിടെ ആനസ്തു എന്ന് പറഞ്ഞതും കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം. ഞാൻ കണ്ടിരിക്കുന്നു. രണ്ട് വാക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അത് ഏത് നിലക്കുള്ള ഒരു കാണലാണ് എന്ന് ഇൻഷാ അല്ലാഹ് വലിയ വിശദീകരിക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ റാ എന്ന് പറഞ്ഞാൽ കണ്ടു, ആനസ എന്ന് പറഞ്ഞാലും കണ്ടു എന്ന്, ആനസ്തു ഞാൻ കണ്ടു എന്നാണ് ഒക്കെ അർത്ഥം. നാറ് ഞാനൊരു നാറ് കണ്ടിരിക്കുന്നു. ലഅല്ലി ഒരു പക്ഷേ ഞാൻ, ലഅല്ല ഒരു പക്ഷേ, ലഅല്ലി ഒരു പക്ഷേ ഞാൻ, ആതീക്കും ആതി കൊണ്ടുവരുന്നു, അത്ത വന്നു, ആത്തി അതിന്റെ മുതാരി കൊണ്ടുവരുന്നു. ആതീക്കും മിൻഹാ ബി ഖബസിൻ, ആതീക്കും ബി കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം. ഒരു പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്ന് സാധിച്ചേക്കാം. മിൻഹാ ഞാൻ കാണുന്ന തീയിൽ നിന്ന്, ബി ഖബസിൻ ഒരു ചെറിയ തിരി, കത്തിച്ചെടുത്ത ഒരു ചെറിയ ഒരു വെളിച്ചം, തീ കത്തിച്ചു കൊണ്ടുവരുന്നതിന്, ചൂട്ട കത്തിച്ചു കൊണ്ടുവരിക എന്നറിയില്ലേ, അങ്ങനെ കത്തിച്ചു കൊണ്ടുവരുന്നതിനാണ് ഖബസുൻ എന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഖബസ് കൊണ്ടുവന്ന, ഒരു തീനാളം കൊണ്ടുവന്ന് തരാം. ഔ അല്ലെങ്കിൽ അജിദു എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. കണ്ട, അജിദു വജദ കണ്ടു, ആനസ കണ്ടു, റാ കണ്ടു. 3 വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഔ അജിദു അലന്നാരി ഹുദ, അല്ലെങ്കിൽ എനിക്ക് ആ തീയുടെ അടുക്കൽ മറ്റൊന്നാണ് കണ്ടെത്താൻ സാധിക്കുക. അതെന്താണ്? ഹുദ, വഴികാട്ടിയെയാണ് കണ്ടെത്താൻ സാധിച്ചേക്കാം. അത് വേറൊരു സംഗതിയാണ് കാണുന്നത്. അത് നേരിട്ട് കണ്ണുകൊണ്ടുള്ള കാഴ്ചയായിരിക്കണമെന്നില്ല വജദ എന്ന് പറയുന്നത്. അല്ലാതെ കാണാൻ പറ്റുന്ന, അങ്ങനെ കണ്ടു സ്വീകരിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യമാകും. അത് റാനാറും തന്നെ കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് അദ്ദേഹം കാണുകയാണ്. ഒരു തീ കണ്ടിട്ട് അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് പറയുന്നത്, ഞാൻ ആനസ്തുനാറൻ, ഞാനൊരു തീ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടിയുള്ള ഒരു വർത്തമാനമാണ്. ആനസ എന്ന വാക്ക് സന്തോഷത്തോടു കൂടി
ഏറെ ആഹ്ലാദത്തോടു കൂടി കാണുന്ന ഒരു കാഴ്ചക്കാണ് ആനസ എന്ന് പറയാ. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ വർത്തമാനം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഒന്നും കൂടി വായിച്ചു നോക്കി ആകും ഇൻഷാ അല്ലാഹ്. ഒന്ന് രണ്ട് ആയത്തുകളുടെയും അർത്ഥം പറയാം, എന്നിട്ട് വിശദീകരണത്തിലേക്ക് പോകാം. ഫലമ്മ അതാഹ നൂദിയ യാ മൂസ. ഫലമ്മ അതാഹ, അതാ ചെന്നു, അതാഹ അവിടെ ചെന്നു. ഫലമ്മ അപ്പോൾ അവിടെ എത്തിയപ്പോൾ, നൂദിയ വിളിച്ചു പറയപ്പെട്ടു, യാ മൂസ, മൂസ എന്ന് അവിടുന്ന് ഒറ്റ വിളിയ. അദ്ദേഹം തീന്റെ അടുക്കലേക്ക് പോയപ്പോ അവിടെ എത്താൻ നേരത്ത് ഒരു വിളി കേട്ടു. എന്താ വിളി കേട്ടത്? യാ മൂസ, ഏ മൂസ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നി അന റബ്ബുക, ഇന്നി തീർച്ചയായും ഞാൻ, ഞാൻ, റബ്ബുക നിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ റബ്ബാണ്. വിളിക്കുന്നത് ആരാന്നറിയോ? ഞാൻ നിന്റെ റബ്ബാണ്, അള്ളാഹുവാണ് വിളിക്കുന്നത്. പേടിക്കണ്ട, നിന്റെ രക്ഷിതാവാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനാൽ ഊരി വെക്കുക, ഊരി വെച്ചു, ഊരി വെക്കുക. നഅലൈക താങ്കളുടെ രണ്ട് ചെരുപ്പുകളും, നഅലുൻ ചെരുപ്പ്, നഅലൈനി രണ്ട് ചെരുപ്പ്, നഅലൈക താങ്കളുടെ രണ്ട് ചെരുപ്പുകളും ഊരി വെക്കുക. ഒന്നാമത്തെ കാര്യം പറഞ്ഞു ഞാൻ നിന്റെ റബ്ബാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു നിന്റെ ചെരുപ്പ് രണ്ട് വഴിച്ചു വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിങ്ങളിപ്പോ ഉള്ളത്, ഇന്നക തീർച്ചയായും നീ, ബിൽ വാദിൽ മുഖദ്ദസി, വാദിൻ താഴ്വര, ഒരു താഴ്വരയിലാണ് ഉള്ളത്, ഒരു മലഞ്ചെരിവിലാണ് ഉള്ളത്. അൽ മുഖദ്ദസ്, മുഖദ്ദസ് ആയിട്ടുള്ള, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയില്ലേ, പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് നിങ്ങളുള്ളത്. തുവ, തുവ എന്ന അറിയപ്പെടുന്ന, തുവ എന്ന പേരുള്ള പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് ചെരുപ്പും ഊരി വെക്കുക. ഞാന് നിങ്ങളുടെ രക്ഷിതാവാണ്, നിന്റെ രക്ഷിതാവാണ് നിന്നെ വിളിക്കുന്നത് കേട്ടോ മൂസ, നിന്നോട് സംസാരിക്കുന്ന കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നൂദിയ, വിളിച്ചു പറയപ്പെട്ടത്. റബ്ബാണ് സംസാരിച്ചത്. റബ്ബ് സംസാരിച്ചത് ലോകത്ത് ആരോടാണ്? ഒരാളോട് മാത്രമാണ് നേരിട്ട് സംസാരിച്ചത്. അത് മൂസാ നബി അലൈഹിസ്സലാമയോടാണ്. ആ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു സംഗതി അള്ളാഹുവിൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രവാചകന്റെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അവതരിച്ച സൂറത്താണെന്ന് പറഞ്ഞല്ലോ. ഏറെ സമാധാനം നൽകുന്ന വാചകങ്ങളാണ്, വചനങ്ങളാണ് ആ സമയത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൽ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം തുടക്കത്തിലുള്ളത് പറയാതെ അതിന്റെ നടുവിൽ വെച്ചുള്ള ഒരു സംഭവത്തിലേക്കാണ് പെട്ടെന്ന് ഇവിടെ പോകുന്നത്. വാന ഇഖ്തർതുക, വാന ഞാൻ, ഇഖ്തർതുക, ഇഖ്താറ തെരഞ്ഞെടുത്തു, ഇഖ്തർതുക നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഅ അതുകൊണ്ട് താങ്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതിനാൽ ഇസ്തമിഅ ശ്രദ്ധിച്ചു കേൾക്കൂ, ഇസ്തമഅ ശ്രദ്ധിച്ചു കേട്ടു, ഇസ്തമിഅ താങ്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. ലി മാ യൂഹ താങ്കൾക്ക് ഇവിടെ വഹ്യ് നൽകപ്പെടാൻ പോവുകയാണ്. താങ്കൾക്കിത് ഞാനാണ് സംസാരിക്കുന്നത്, അള്ളാഹുവായിട്ടാ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വഹ്യ് നൽകാൻ പോകുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമക്ക് വഹ്യ് നൽകപ്പെടുന്ന ആ ഒരു ചരിത്രത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹ്യ് കിട്ടിയ സംഭവം നമുക്കറിയാം. ഹിറാ ഗുഹയിൽ വെച്ചാണ്. അദ്ദേഹം കുറെ ദിവസങ്ങളോളം അവിടെ ചെന്നിരുന്നു, പ്രാർത്ഥിച്ച്. എന്തോ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അദ്ദേഹം അവിടെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു നിർദ്ദേശത്താൽ, അങ്ങനെ അദ്ദേഹത്തിന് തോന്നിച്ചയാൽ അദ്ദേഹം അവിടെ ചെന്നിരിക്കുന്നു. അങ്ങനെ ജിബ്രീൽ വരുന്നു, നേരിട്ട് ഓതിക്കൊടുക്കുന്നു. അങ്ങനെയാണ് വഹീന്റെ തുടക്കം.
എന്നാൽ ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് ആദ്യമായി വഹി നൽകുകയും അദ്ദേഹത്തെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന ആ സന്ദേശം അറിയിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആ കഥകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഈ വാക്കുകളൊന്ന് പരിചയപ്പെടും. ഉംകുസ് എന്ന് പറഞ്ഞു, അത് മക്കസ എന്ന വാക്കിന്റെ ഫേല് അമ്രാണ്. നിങ്ങൾ നിൽക്കൂ എന്നാണ് വാക്കിന്റെ അർത്ഥം. അതിന് അവസാനത്തിൽ ഉംകുസു എന്ന് പറഞ്ഞ വാവും അലിഫും അത് ജംആക്കിയിട്ട് ബഹുവചനായിട്ട് പറയുന്ന ഒരു ഉക്കുസു, നിങ്ങൾ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് മക്കസ എന്ന വാക്ക് ഉക്കുസ് എന്ന ഫേല് അമ്രാക്കി കൽപ്പനക്രിയാക്കി അതിന്റെ അവസാനത്തിൽ വാവും അലിഫും ചേർത്ത് ഉക്കുസു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്ന അർത്ഥം കിട്ടി. മനസ്സിലായല്ലോ. രണ്ടാമത്തെ മറ്റൊരു പദം ആനസ. ആനസ എന്ന പദം അത് ഫേല് മാദിയില് അഫ്അല എന്ന വസനിൽ വന്നതാണ്. അഫ്അല എന്ന സാധാരണ ഫഅല എന്ന രൂപത്തിലാണ് ഒരു വാക്കുണ്ടാകുക. അത് ചിലപ്പോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചില വാക്കുകൾ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് അർത്ഥ വ്യത്യാസം വരുത്താറുണ്ട്. അങ്ങനെ അഫ്അല എന്ന വസനിൽ വന്നതാണ് ആ അലിഫ് നൂന് സീന് ആ നസ എന്നാണ് വാക്കിന്റെ വാക്ക്. അത് ആനസ എന്ന രൂപത്തിലായതാണ്. അതിൽ നിന്ന് ഞാൻ കത്തിച്ചെടുത്തു കൊണ്ടുവരുന്നു, അതിൽ അവസാനം തു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ന അർത്ഥം കിട്ടി. ആനസ്തു, ഞാൻ കത്തിച്ചെടുത്ത് കൊണ്ടുവന്നു വരാനായി. ആത്തി എന്നുള്ള ഒരു പദം നിങ്ങൾ കണ്ടു. നിങ്ങളുടെ അടുത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോ ഞാൻ വരും എന്ന് അർത്ഥം അന്ന പദം വന്നിരിക്കുന്നത് അത്താ എന്ന വാക്കിൽ നിന്നാണ്. അത്താ എന്നതിന്റെ കൂടെ ഒരു ആയും കൂടെ ചേർത്ത് ആത്തി, അത് മുളാരിയായ ഒരു വാക്കാണ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് അതിന്റെ അത്താ എന്നതിന്റെ കൂടെ ഒരു അലിഫും കൂടെ ചേർന്നിട്ട് അതിന്റെ തുടക്കത്തിൽ ഒരു ഹംസ ചേർന്നിട്ട് ഞാൻ വരാം എന്ന അർത്ഥത്തിൽ, ഞാൻ വരും എന്ന അർത്ഥത്തിൽ പേര് മുളാരിയാണ്. പിന്നെ അജിദു എന്ന് നമ്മൾ കണ്ടു. അതിന്റെ മാദിയായ ക്രിയ, കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയ വജദ എന്നാണ്. അജിദു എന്ന് പറഞ്ഞാൽ ഞാൻ കാണും എന്ന്, ഞാൻ കാണുന്നു. ഞാൻ ലാലി എന്നുണ്ട്, ഞാൻ കണ്ടേക്കും എന്നാണ് എന്റെ അർത്ഥം. അതേപോലെ അടുത്തൊരു വാക്ക് നമ്മൾ കണ്ടു, ഫലമ്മ അത്താഹ, ചെന്നപ്പോ. അവിടെ വാക്കിന്റെ അർത്ഥം അത്താ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു എന്നാണ്. ഫലമ്മ അത്താഹ, അതിന്റെ അടുക്കൽ ചെന്നപ്പോൾ. അവിടെ ചെന്നു എന്നും നേരത്തെ നമ്മൾ അത്ത എന്നതിന് വന്നു എന്നും അർത്ഥമുണ്ട്. അപ്പൊ രണ്ട് രൂപത്തിൽ അർത്ഥമുള്ള ഒരു വാക്കാണ് അത്ത എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഈ ഖില എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു, ഖല എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതിന്റെ ഫിഅല് അംറാണ്, ഒരു കൽപ്പനക്രിയയാണ്, അഴിച്ചു വെക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുഖദ്ദസ് എന്നുള്ളത് ഫഅല രൂപത്തിൽ വന്നതാണ്. അല്ലെങ്കിൽ നമ്മള് പരിശുദ്ധമായ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഖുദ്സുൻ പിന്നെ ഒക്കെയുള്ള വാക്ക്, അത് ഫഅല എന്ന രൂപത്തിൽ വന്ന ഒരു വാക്കാണ്. അതിന്റെ ഇസ്മു മഖ്ബൂലായിട്ടുള്ള വാക്കാണ് മുഖദ്ദസുൻ എന്ന് പറയാം. അങ്ങനെ കുറച്ച് പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം. നമ്മൾ ഇനി ഒരു ചരിത്രത്തിലേക്കാണ് പോകുന്നത്. ആ ചരിത്രം, ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടല്ലോ. എന്തിനാണ് ഈ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നത്? ഖുർആൻ തന്നെ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് സ്ഥൈര്യം നൽകുന്നതെല്ലാം പ്രവാചകരെ നിങ്ങൾക്ക് നാം വിവരിച്ച് തന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് വേണ്ട സതുപദേശവും ഉത്ബോധനവും ആണ് നിങ്ങൾക്ക് പ്രവാചകരെ വന്നു കിട്ടിയിരിക്കുന്നത് എന്നാണ്. അപ്പൊ എന്തിനാണ് അള്ളാഹു ഖുർആനിൽ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത്? അത് പ്രവാചകരെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സ്ഥൈര്യം കിട്ടാനാണ്. താങ്കളുടെ മനസ്സിന് സ്ഥൈര്യം കിട്ടാനാണ്. പ്രത്യേകിച്ച് മൂസാ നബിയുടെ കഥയാണല്ലോ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. മൂസാ നബിക്ക് ഉണ്ടായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അത്യന്തം ഗൗരവമായ കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു ചരിത്രം വിശദീകരിക്കുന്നതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് ശാന്തി കൊടുക്കാൻ, കഷ്ടതകൾ സഹിക്കുന്നതിനുള്ള, അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള കഥകളിലൂടെയാണ് ഇനി കടന്നു പോകുന്നത് എന്നാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധമായി തഫ്സീറുകളിൽ പറഞ്ഞത്. അന്നഹു തആല ലമ്മ അല്ലമ ഹാലൽ ഖുർആനി വഹാല റസൂലി
ബിമാ കല്ലഫഹു അത്ബഅ ദാലിക ബിമാ യുഖവ്വി ഖൽബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖുർആനിന്റെ കാര്യം പറഞ്ഞു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ നുബുവത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പൊ അതിനോടനുബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് കൂടുതൽ ശക്തി പകരത്തക്ക വിധമുള്ള ഒരു ചരിത്രമാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അതാണ് ഈ സൂറത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാമയുടെ കഥ ഇവിടെ ആരംഭിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജനനം മുതൽക്കുള്ള കഥയല്ല ഇപ്പൊ പറയുന്നത്. അത് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥയും ഉടനെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ച, ദിവ്യ സന്ദേശം ലഭിച്ച, വഹി ലഭിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. കാരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണല്ലോ ഈ സൂറത്ത് അവതരിക്കുന്നത്. അപ്പൊ അവിടെ അദ്ദേഹത്തെ കേൾപ്പിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമക്ക് പ്രവാചകത്വം കിട്ടിയ, അദ്ദേഹം നബിയായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. എന്തായിരുന്നു അത്? ആ കഥ നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനനം വരുന്നുണ്ട്. നമ്മള് ആ സമയത്ത് കൂടുതൽ പറയാം. അദ്ദേഹം താമസിക്കുന്നത് ജീവിതം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ചെലവഴിക്കപ്പെടുന്നത് ഫറോവയുടെ കൊട്ടാരത്തിലാണ്. അവിടെ നിന്ന് സന്ദർഭവശാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വംശമായ ബനു ഇസ്രായേല്യരും ഒരു ബനു ഇസ്രായേൽക്കാരനും ഫറോവയുടെ വംശജനായ ഒരു കിബുത്തിയും തമ്മിലുള്ള ഒരു ചെറിയ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ബനു ഇസ്രായേൽക്കാരൻ സഹായം ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ആ കിബിത്തിക്ക് ബനു ഇസ്രായേൽക്കാരന് അനുകൂലമായിട്ട് അവിടെ ഇടപെട്ടു. സന്ദർഭവശാൽ ആ കിബിത്തി വംശജൻ അവിടെ മരിച്ചു പോകാൻ, വധിക്കപ്പെടാൻ കാരണമാകുന്നു. പിറ്റേന്നും ഈ ബനു ഇസ്രായേൽക്കാരനും മറ്റൊരു കിബിത്തി വംശജനും തമ്മിലുള്ള ഒരു ശണ്ട നടക്കുന്നു, ഒരു പ്രശ്നം നടക്കുന്നു. അപ്പോഴും തന്നെ ആ ബനു ഇസ്രായേൽക്കാരൻ സഹായം ചോദിക്കുന്നു. അതിന് മൂസാ നബി അലൈഹിസ്സലാം അതിന് കൂട്ടുനിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ചത് വലിയൊരു അപാകതയാണ്. ഒരാളെ മരിക്കാനിടയായിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അവിടെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്ന് വീണ്ടും നീ ഒരു പ്രശ്നക്കാരൻ തന്നെയാണല്ലോ എന്നുള്ള നിലക്ക് ബനു ഇസ്രായേൽക്കാരനോട് സംസാരിച്ചപ്പോ അയാള് ആണ് പിന്നീട് ഒറ്റുകൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നാലിനവനെ കൊന്നത് ഈ പറഞ്ഞ മൂസയാണ് എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം അന്ന് ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഓടിയിട്ട് അദ്ദേഹം പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് അവിടെ കുറെ ആളുകൾ അവരുടെ ആടുകൾക്ക് വേണ്ടി വെള്ളം കൊടുക്കുന്ന ഒരു സംഭവം കാണുന്നു. അവിടെ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുകയാണ്. ആണുങ്ങളെല്ലാവരും വെള്ളം എടുത്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പെൺകുട്ടികൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിക്കുമായിരുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ സഹായത്തിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം ചെല്ലുന്നു, അവരെ സഹായിക്കുന്നു. അങ്ങനെ അവർ വീട്ടിൽ ചെന്ന് ഈ അദ്ദേഹത്തെ കണ്ട ഒരു ചെറുപ്പക്കാരനെ കണ്ട കഥ പെൺകുട്ടികൾ പറയുന്നു. അപ്പൊ അവരുടെ പിതാവ് ഈ ചെറുപ്പക്കാരനെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കുട്ടികൾ വന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞിട്ട് പോയി പറ്റുന്ന പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഏതായിരുന്നാലും പിന്നീട് അത് നമുക്ക് ഇനി വരുന്ന ഭാഗത്തുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടികളുടെ കൂടെ പോകുന്നു. അവിടെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് ഒരു നല്ല സ്വീകരണം കിട്ടി. നല്ല മനുഷ്യൻ എന്നുള്ള നിലക്ക് അവിടെ വീട്ടുടമസ്ഥൻ മൂസാ നബി അലൈഹി സ്വലാമക്ക് തന്റെ പെൺമക്കളിൽ ഒരാളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതിന് മഹർ എന്നാണ് 8 വർഷം തങ്ങളുടെ ആടുകളെ മേച്ചു കൊടുക്കണമെന്ന നിബന്ധന വെക്കുന്നു. 10 ആയാൽ നല്ലതാണ് എന്ന് പറയുന്നു. അങ്ങനെ 10 വർഷം അദ്ദേഹം അവിടെ ആ വീട്ടിൽ അവരുടെ ആടുകളെ മേച്ചു കൊടുക്കുന്നു.
ചരിത്രത്തിൽ അദ്ദേഹം ഷുഐബ് നബിയാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നു ഷുഐബ് നബിയാണ് എന്നുള്ള നിലക്ക്, അത് പ്രത്യേകിച്ച് മദിയൻ പ്രദേശത്താണല്ലോ, ഷുഐബ് നബിയാണ് എന്നുള്ള നിലക്ക് നമുക്ക് ഈ ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ അവിടെ 10 വർഷം അദ്ദേഹം അവരുടെ കൂടെ താമസിച്ച് പിന്നീട് അദ്ദേഹത്തോട് തന്നെ ഷുഐബ് നബിയോട് തന്നെ സംസാരിച്ച് എനിക്ക് എന്റെ ഉമ്മാനെ കാണാൻ പോണം എന്ന് പറഞ്ഞുകൊണ്ട് പോരുകയാണ്. പിതാവിനെ സംബന്ധിച്ച് കൂടുതലൊന്നും ഖുർആനിലോ ഹദീസിലോ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഇമ്രാൻ എന്നായിരുന്നു. അത് ഹാറൂൻ നബിയുടെ കഥ പറയുന്നിടത്ത് ഒക്കെ ചരിത്രത്തിൽ രണ്ടുപേരുടെയും പിതാവ് ഹാറൂൻ തന്നെ ഇമ്രാൻ ആയിരുന്നു എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉമ്മയുടെ പേര് പല തോറയിലുമൊക്കെ പറഞ്ഞു വന്നതായിട്ട് കാണാം, ചില പേരുകളിലൊക്കെ പരിചയപ്പെടുത്തിയതായിട്ട് കാണാം. ഇവിടെ കൂടുതൽ പ്രസക്തമല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പൊ പറയുന്നില്ല. ആ ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വീട്ടില് ഉമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു യാത്രയാണ്. ആ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് നടക്കുന്ന ഒരു സംസാരമാണ് മൂസാ നബി അലൈഹി സ്വലാമിയുടെ ആ കഥ. നിങ്ങൾക്കറിയോ? ഹദീസ് മൂസാ നബിയുടെ കഥ നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യമായ ഈജിപ്തിൽ നിന്ന് അദ്ദേഹം മദിയനിലെത്തി, അവിടെ താമസിച്ച് പിന്നെ കുറെ കാലം അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടിയ ശേഷം ഭാര്യ സമേതം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോരുന്ന ആ സന്ദർഭം നിങ്ങൾക്ക് അറിയോ പ്രവാചകരെ? അവിടെ അദ്ദേഹം പോരുന്ന വഴിയിൽ വെച്ച്, അഥവാ സീനാ തായ്വരയിൽ വെച്ച് അദ്ദേഹം ഒരു തീ കാണുകയാണ്. അതൊരു മരത്തിൽ നിന്നുള്ള കാണുന്നത് പോലെ, ഒരു തീ കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് എന്നാ പറയുന്നത്. ആ സ്ഥലത്തിന്റെ, ആ സീനാ തായ്വരയുടെ പേര് ഹോറോബ് അല്ലെങ്കിൽ എന്ന രൂപത്തിലാണ് തൗറാത്തിലൊക്കെ പരിചയപ്പെടുത്തുന്നത്. അവര് ഒരു തണുപ്പും ഇരുട്ടും ഒക്കെയുള്ള ഒരു രാത്രിയാണ്. എന്തെങ്കിലും ഒരു നിലക്ക് അവർക്ക് ഒരു ആശ്വാസമായി തീക്കായാലുള്ള എന്തെങ്കിലും ഒരു സംഗതി, അല്ലെങ്കിൽ വഴിയറിയാനുള്ള ഒരു വെളിച്ചം അവർക്ക് കിട്ടിയാലെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അവിടെയാണ് സ്വാഭാവികമായി അവർ ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോ, എവിടെ നിന്നെങ്കിലും ഒരു തീ കണ്ടിരുന്നെങ്കിൽ, ആരെങ്കിലും ഇതിലെ തീയുമായി കടന്നു പോയിരുന്നെങ്കിൽ, ഏതെങ്കിലും ആട്ടിടയന്മാരെങ്കിലും തൊട്ടടുത്ത ഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സഹായത്തിൽ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ പ്രതീക്ഷയോടെ കൂടി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു തീ കാണുന്നത്. ശൈത്യകാലത്തെ ഒരു നിശാവേളയിലായിരുന്നു അതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം കുടുംബവും സീനയുടെ ദക്ഷിണ ഭാഗത്തു കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അകലെ ഒരു വെളിച്ചം കാണുന്നു. അദ്ദേഹം അവരോട് പറയാ, ഞാൻ അവിടെ പോയിട്ട് കുറച്ച് തീ കൊണ്ടുവരിക, നിങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരിക്കണം എന്ന് പറയാണ്. അവരവിടെ ഇരുത്തിയിട്ട് പോവുകയാണ്. ഒന്നുകിൽ നമുക്ക് തീ കായാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ തീ കൊണ്ട് നമുക്ക് തീ കത്തിച്ചു കൊണ്ടുവന്ന് നമുക്ക് അല്പം മുന്നോട്ട് വീണ്ടും നടന്നു പോകാമല്ലോ. അല്ലെങ്കിൽ ആ തീയിനടുത്ത് സ്വാഭാവികമായിട്ടും ആരെങ്കിലൊക്കെ ഉണ്ടാകും, അവരിൽ നിന്ന് വല്ല വിവരവും നേടാൻ നമുക്ക് സാധിച്ചേക്കാം എന്നിങ്ങനെ നിലക്ക് നന്ന ചുരുങ്ങിയത് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴി മനസ്സിലാക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ ഉദ്ദേശത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അങ്ങോട്ട് കടന്നു ചെന്നപ്പോ അവിടെയാണ് അദ്ദേഹത്തിന് ആ വിളിയാളം കേൾക്കുന്നത്. ഞാനാണ് റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്നാണ്. ഈ തീയെ സംബന്ധിച്ച് മറ്റു പല അഭിപ്രായങ്ങളും ഉണ്ട്. അവിടെ ഒരു ആട്ടിടയന്മാര് തീയാണ് എന്ന് വിചാരിച്ചാണ് അദ്ദേഹം പോയത്, അല്ല ഒരു മരത്തിൽ നിന്നുള്ള തീയാണ് എന്ന് വിചാരിച്ചാണ് പോയത്. സൂറത്ത് യാസീനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പച്ചമരത്തിൽ നിന്ന് അള്ളാഹു തീ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. മരത്തിൽ നിന്ന് ഉണ്ടാകാവുന്ന ഒരു തീ പോലെയാണ് എന്നൊക്കെ അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് പിന്നെ അത്തരം പറഞ്ഞ ആളുകളൊക്കെ തീയെ സംബന്ധിച്ച് വിശദീകരിച്ച് അല്ലെങ്കിൽ സംസാരിക്കുന്ന ചില ഭാഗങ്ങളിൽ കൂടെ ഉണ്ട്. അവരുടെ വളരെ രസകരമായ ചില ചർച്ചകൾ അവിടെ കടന്നു പോയത് കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ പറഞ്ഞു, തീ അന്നാറു അർബത്തു അത്തസാമി, തീ 4 വിധത്തിലുണ്ട്. ഒന്ന്, അത് ആ തീ തിന്നുകയില്ല, കുടിക്കുകയില്ല.
ആ തീ ഇഹലോകത്തിലെ തീയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാകും. പിന്നെ അടുത്ത കൂടെ പറഞ്ഞ് മനസ്സിലാകും. വേറൊരു തീ കുടിക്കും പക്ഷെ തിന്നില്ല. മരത്തിന്റെ തീയെ സംബന്ധിച്ചാണ്. മരത്തിന് പച്ച പച്ചയാണല്ലോ, അതില് വെള്ളത്തിന്റെ അംശങ്ങൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ അവർ ഉദ്ദേശിച്ച് പറഞ്ഞു. സൂറത്ത് യാസീനിൽ അല്ലദീ ജഅല ലക്കും മിന ശജറിൽ അഖ്ളരി നാറൻ എന്ന് പറഞ്ഞത് സൂറത്ത് യാസീനിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. മറ്റൊന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന തീയാണ്. ആ തീ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വയറ്റില് തീയാണെന്ന് പറയാറുണ്ടല്ലോ. അതാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന, അഥവാ വേജാറിന്റെ തീ എന്ന് പറയുന്ന അങ്ങനെ ഒരു തീയുണ്ട്. രസകരമായിട്ട് അവര് വിശദീകരിച്ചു എന്ന് മാത്രം. ഇവിടെ പ്രത്യേകം പ്രസക്തൊന്നുമല്ല, എങ്കിലും പറയുന്നു മാത്രം. വേറെ നാലാമത്തെ ഒന്ന് തിന്നില്ല കുടിക്കുകയുമില്ല. അതാണ് മുസാ നബി അലൈഹി ഇസ്ലാം കണ്ട ഒരു തീ എന്ന് പറയുന്നത്. എന്താണ്, എങ്ങനെ ഒരു വ്യക്തതല്ലാത്ത ഒരു തീയെ സംബന്ധിച്ചാണ് അവിടെ സൂചിപ്പിച്ചത് എന്ന്. ഇവിടെ ചില ആളുകൾ വേറെ 4 വിധത്തിൽ തീ ആ നാറ് 4 വിധത്തിൽ, വേറെ 4 വിധത്തിലുണ്ട്. അല്ല അർബഅത്തി അഖ്സാമിൻ, വേറെ 4 വിധത്തിൽ ആ തീയെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് നൂറുള്ള നാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രകാശമുള്ള തീ ബിലാഹുർക്കത്തിന്, അതിന് പക്ഷേ ജ്വാലല്ല, അതിന് വെളിച്ചുണ്ടായില്ല. വഹിയ നാറ് മൂസ അലൈഹിസ്സലാം, അതാണ് മൂസാ നബി അലൈഹി സ്വലാമിയുടെ തീ എന്ന് പറയുന്നത്. അവിടെ പ്രകാശമുണ്ട് പക്ഷെ അതിന് ജ്വാലയില്ല, അത് കത്തുന്നതല്ല. അങ്ങനെയുള്ള ഒരു തീയാണ് മൂസാ നബി അലൈഹി സ്വലാം അവിടെ കണ്ട തീ എന്ന്. രണ്ടാമത്തത് ഫുർഖത്തുൻ ബിലാ നൂരിൻ വഹിയ നാറു ജഹന്നം, ഭയങ്കരമായ ജ്വാലയാണ്, ആളിക്കത്തുന്നതാണ്, പക്ഷെ അത് വെളിച്ചം നൽകുന്നതല്ല. അതെന്താണെന്നറിയോ? അത് നാറു ജഹന്നമാണ്, നരകത്തിലെ തീയാണ്. അത് ആളുകൾക്ക് വെളിച്ചം നൽകുന്നതല്ല. ആ നരകത്തിലെ തീ എന്ന് പറയുന്നത് അവിടെ കറുത്ത കരിമ്പുകയാണ് അവിടെ നിന്ന് വരുന്നത്, അല്ലാതെ വെളിച്ചല്ല കിട്ടുക. ആ നരകത്തിന്റെ തീന്റെ അടിയിൽ വെളിച്ചം ഉണ്ടാവില്ല, കൂരിരുട്ടാണ് ഉണ്ടാകുക. പക്ഷെ ഭയങ്കരമായ ജ്വാലയാണ്, ഭയങ്കരമായ കത്തലാണ് അവിടെ ഉണ്ടാകുക. മൂന്നാമത്തത് അൽ ഹുർഖത്ത് വന്നൂറു വഹിയ നാറു ദുനിയ, ചൂടുണ്ട് പ്രകാശമുണ്ട്. അത് സാധാരണ നമ്മളെ ഈ ലോകത്തിൽ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല തീയാണ്. ആ തീ കത്തിച്ച പ്രകാശം ഉണ്ടാവും, അതിൽ ചൂടുണ്ടോ എന്നുള്ളത്. നാലാമത്തത് ലാ ഹുർഖത്തുൻ വലാ നൂറുൻ വഹിയ നാറുൽ അസ്ജാർ, ചൂടുമില്ല പ്രകാശമില്ലാത്ത ചില തീ എന്ന് പറയുന്നത് ഈ മരങ്ങളിൽ ഉള്ള തീ എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന തീയാണ്. അത് നമ്മൾ അവിടെ പറഞ്ഞു പോയതാണ്. എങ്ങനെയാണ് ആ മരങ്ങളിലെ തീയെ സംബന്ധിച്ച് പ്രതിപാദിച്ചതെന്ന് സൂറത്ത് യാസീനിലെ നമ്മള് വീണ്ടും യൂട്യൂബൊക്കെ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങോട്ട് പോകുന്നില്ല, പോലെ സംസാരിക്കുകയും ചെയ്യാം. ഏതായിരുന്നാലും അങ്ങനെ ഒരു തീ മൂസാ നബി അലൈഹിസ്സലാം കാണുന്നു. അവിടെ ചെന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാം പോകുമ്പോ തന്നെ പറയുന്നത് ലഅല്ലീക്കും എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ സാധിച്ചേക്കും. അത്തീക്കുന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവന്ന് തരാമെന്നാണ് അതിനർത്ഥം ഉണ്ടാകുക. പക്ഷെ ഇവിടെ പറഞ്ഞത് ലഅല്ലീ ആത്തിക്കും, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ സാധിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വേറെ ചില സ്ഥലങ്ങളിൽ ഖബസ് എന്ന് ഇവിടെ പറഞ്ഞു. ഖബസ് എന്ന് പറഞ്ഞിട്ട് തീയിൽ നിന്നുള്ള ഒരു ഖബസാണ്. ബിഷിഹാബിൻ ഖബസ് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൻ നംലിൽ ഒരു ചൂട്ട കത്തിച്ചിട്ട് വരാമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ കാണുന്ന ഒരു തീക്കനലിൽ നിന്ന് എന്തെങ്കിലും ഒരല്പം തീ കത്തിച്ചു കൊണ്ടുവരാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം പോകുന്നത് എന്നാണ്. അല്ലെങ്കിൽ ഔ അജിദു അലന്നാരി ഹുദ, എനിക്ക് ആ തീയുടെ അടുക്കൽ എന്തെങ്കിലും ഹുദ കാണാൻ സാധിക്കുമല്ലോ. ഹുദ എന്ന് പറഞ്ഞാൽ മാർഗദർശനം എന്നാണ്, ഒരു വഴികാട്ടി എന്നാണ് അർത്ഥം. നമ്മുടെ സാധാരണ നേർമാർഗം എന്ന് പറയും. ആ വെളിച്ചത്തിന്റെ ആ തീയുടെ അടുക്കൽ ചെന്നാൽ ആരെങ്കിലും നമുക്ക് വഴി പറഞ്ഞു തരാൻ പറ്റാവുന്ന, നമുക്ക് കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരാൻ പറ്റാവുന്ന എന്തെങ്കിലും നമുക്ക് കണ്ടെത്തിയാൽ സാധിച്ചേക്കും എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്. പക്ഷെ ആ ഹുദ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരർത്ഥത്തിൽ അവിടെ ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് വിശദീകരണത്തിൽ നിന്ന് കാണാം. അപ്പൊ ആനസ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. ഐ അബുസ്വർതു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ അജിദു എന്ന് പറഞ്ഞതുപോലെ അറ എന്ന് പറയുന്നത് പോലെ തന്നെ വാക്കിന്റെ തന്നെയാണ് ആനസ്തു എന്നുള്ളത്. പക്ഷെ ഇവിടെ
ഈ വാക്കിന്റെ അർത്ഥം യസ്തഇനിസ്സു ബിഹി വയുഫ്റഹു ബിഹി വയുത്മഅന്നു ബിഹി ഇലൈഹി എന്നാണ്. ഒരു ഉനസ്സിൽ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാഴ്ചക്കാണ് ആനസ്തു എന്ന് പറയാം. സാധാരണ ഉനസ് എന്ന് പറയുന്നത് ആ ഒരു ആശ്വാസത്തിന്റെ ഒരു സന്തോഷം കിട്ടുന്ന മനസ്സ് ശാന്തമാകുന്ന ഒരു തരം കാഴ്ചക്കാണ് ആനസ്തു എന്ന് പറയാം. അതിന്റെ ഓപ്പോസിറ്റ് പദം ഔജസ എന്നാണ്. ആ വാക്കും ഈ സൂറത്ത് താഹയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമുക്ക് തന്റെ മനസ്സിൽ പേടി തോന്നി. എന്തിനെ കണ്ടപ്പോ? സർപ്പത്തെ കണ്ടപ്പോ. തന്റെ വടി നിലത്തിട്ട് അതൊരു സർപ്പമായപ്പോ അദ്ദേഹത്തിന് പേടി തോന്നി എന്നതിന്, അങ്ങനെ ഒരു കാഴ്ച അദ്ദേഹം കണ്ടു എന്നതിന് ഔജസ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ എതിർപ്പതായിട്ട് ആനസ എന്ന പദം നമുക്ക് പരിചയപ്പെടാം. ആനസ എന്നുള്ളത് ഏറെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയായിട്ടുള്ള ഉപയോഗിക്കുന്ന വാക്കാണ്. അത് കൃത്യമായിട്ടാണ് അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടു. മൂസാ നബി അലൈഹി സ്വലാം അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോ ഈ സംസാരമാണ് കേൾക്കാൻ സാധിക്കുന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തിന് തീക്കനൽ തപസ്സൊന്നും കാണാൻ സാധിച്ചില്ല. തീക്കനൽ കണ്ടില്ല. അങ്ങനെ കത്തിച്ചു കൊണ്ടുപോരാനുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. തീ കായാൻ പറ്റുന്ന ഒരു തീ അദ്ദേഹത്തിന് കിട്ടിയില്ല. തീക്കനൽ കൊണ്ടുപോരാനോ തീ കായുവാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു തീയായിട്ടോ അദ്ദേഹത്തിന് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമൊക്കെ അവിടെ കാണാൻ സാധിച്ച ഒരു തീ എന്ന് പറയുന്നത് അസത്യത്തെയും ധിക്കാരത്തെയും എരിച്ചു കളയുന്ന ഒരു ദിവ്യപ്രകാശമാണ് മൂസാ നബി അലൈഹി സ്വലാമൊക്കെ അവിടെ കാണാൻ സാധിച്ചത് എന്ന് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്ന നമ്മുടെ സമയമായി തോന്നില്ലേ? അവസാനിപ്പിക്കാം. അതിന്റെ അവസാനം പറഞ്ഞല്ലോ, ഇന്നിയാന റബ്ബുക്ക എന്ന് പറഞ്ഞല്ലേ, ഞാനാണ് നിന്റെ രക്ഷിതാവ് എന്ന്. ഇവിടെ ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോ പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് പറയുന്നത്, അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ച് പറയുമ്പോ അള്ളാഹു ഞാനാണ്, ഞാൻ റബ്ബാണ് എന്ന് പറയാ, ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറയാ. അവിടങ്ങളിലൊക്കെ ഞാൻ എന്ന് തന്നെ ഉപയോഗിക്കും. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ അള്ളാഹു നാം എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇന്നാ, നാം. അത് പരിശുദ്ധ ഖുർആൻ ഇറക്കിയതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ, അവിടെ ഇന്നാന്ന് ഉപയോഗിച്ചത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, അവിടെയും ഇന്നാ എന്ന് ഉപയോഗിച്ചത്, നാം എന്നാണ് ഉപയോഗിച്ചത്. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹ, ഭൂമി അനന്തരാവകാശമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് നാം എന്നാണ് അള്ളാഹുവിനെ ആ നിലക്ക് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റബ്ബാണ് എന്ന് പറയുന്നിടത്ത്, അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പറയുന്നിടത്ത് അങ്ങനെ നാം എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഇന്നീ, ഞാനാണ് എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. ആ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ആദ്യമായി കേൾക്കുന്ന സംഗതി ഞാനാണ് റബ്ബ് എന്ന സംസാരമാണ് അവിടെ കേൾക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ചെരുപ്പ് ഊരി വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. താങ്കളുടെ ചെരുപ്പ് ഊരി വെക്കൂ എന്ന്. ബഹുമാനിക്കപ്പെടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ നഗ്നപാദത്തോടെ പ്രവേശിക്കുന്നത് പരക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മര്യാദയാണ്. ചെരുപ്പ് അഴിച്ചു വെക്കുവാൻ പറഞ്ഞ ഈ ഒരു കൽപ്പന തൗറാത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവര് ആരാധന ചെയ്യുമ്പോ, അവരുടെ നമസ്കാരം നിർവഹിക്കുമ്പോ അവര് നഗ്നപാതരായിട്ടാണ് നമസ്കരിക്കുക. അവർ ചെരുപ്പിട്ട് നമസ്കരിക്കില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് ഖാലിഫുൽ യഹൂദ ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം എന്ന്. നിങ്ങൾ ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തരായി വർത്തിക്കുകയും അവർ ചെരുപ്പുകളും കാലുറകളും ധരിച്ചുകൊണ്ട് നമസ്കരിക്കാറില്ല എന്നാണ്. അപ്പൊ നമുക്ക് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കാം, അതേപോലെ കാലുറ ധരിച്ചുകൊണ്ട് നമസ്കരിക്കാം. പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ചെരുപ്പ് അഴിച്ചു വെച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോ അങ്ങോട്ട് കടന്നു ചെല്ലാൻ ആവശ്യപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ അഭിപ്രായങ്ങളുണ്ട്. ലോകസൃഷ്ടാവുമായി സംഭാഷണം നടത്തുന്ന അവസരത്തിൽ അവന്റെ അടിയാനായ മനുഷ്യൻ എത്ര തന്നെ താഴ്മയും ഭക്തിയും പ്രകടിപ്പിച്ചാൽ അത് നല്ലതാണെന്ന് പറയേണ്ടതില്ല. ഇവിടെ അള്ളാഹുമായിട്ടുള്ള ഒരു സംസാരമാണ്. പടച്ചവൻ ഞാൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടാണ് കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചെരുപ്പ് വെച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്.
മിക്കവാറും ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പല ആളുകളും അവരുടെ പലതരത്തിലുള്ള സന്ദർഭങ്ങളിലും ചെരുപ്പ് അയച്ചു വെച്ചുകൊണ്ട് ഉള്ള തരത്തിലുള്ള ആരാധനകളിലും മറ്റു കാര്യങ്ങളിലും ഏർപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇവരുടെ അവർ സ്വീകരിച്ചു വരുന്ന ഒരു നടപടി എന്നുള്ള നിലക്ക് പല വിഷയങ്ങളിലും അവരോട് എതിരാകേണ്ടതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചെരുപ്പിട്ടുകൊണ്ട് അതേപോലെ കാലുകൾ ധരിച്ചുകൊണ്ട് നമസ്കരിക്കാം എന്ന നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിധത്തിലും നമസ്കരിക്കുന്നതായി താൻ കണ്ടിട്ടുണ്ടെന്ന് അംറുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് നൽകുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അവൻ തന്റെ ചെരുപ്പുകൾ മറിച്ചു നോക്കട്ടെ, വൃത്തികേടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവ നിലത്തടിച്ച് വൃത്തിയാക്കിയ ശേഷം അവ ധരിച്ച് നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെരുപ്പിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ആരുടെയെങ്കിലും ചെരുപ്പുകളിൽ മാലിന്യങ്ങൾ പറ്റിയെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ മണ്ണ് മതിയാകുന്നതാണ്. അപ്പോ ചെരുപ്പിന്റെ അടിയിൽ മണ്ണ് പറ്റിയാൽ അശുദ്ധി ഉണ്ടായാൽ അത് നടന്നു പോകുമ്പോ സ്വാഭാവികമായും മണ്ണിൽ നിന്ന് തന്നെ അത് ശുദ്ധിയായിക്കൊള്ളും, മറിച്ച് മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്ന്. അതായത് ചെരുപ്പുകളിൽ മാലിന്യം പറ്റിപ്പിടിച്ചാൽ മുന്നോട്ടുള്ള നടത്തത്തിൽ തന്നെ വഴിയിലെ മണ്ണ് അതിനെ ശുദ്ധീകരിച്ചു കൊള്ളും എന്നാണ്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ഏതവസരത്തിലും ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് നമസ്കരിക്കണമെന്നല്ല. ആ ചെരുപ്പ് ഇമാം ഷാഫിയെ പോലെയുള്ള ആളുകൾ പ്രസിദ്ധമായ അഭിപ്രായം ഈ പറഞ്ഞതിനെതിരാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ പാദരക്ഷ ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് മര്യാദകേടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ ഇങ്ങനെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലൊക്കെ ഇപ്പൊ പോയിട്ട് നമസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. മസ്ജിദുൻ നബവിയിലെ പഴയ കാലഘട്ടങ്ങളിൽ വിരിപ്പുകളോ മറ്റോ ഉണ്ടായിരുന്നില്ലല്ലോ. ചരൽ വിരിക്കപ്പെട്ടതാണല്ലോ, വെറും മണലുകളാണല്ലോ, ചരലുകളാണ്, ചരൽക്കല്ലുകളാണല്ലോ, അതിന്റെ അത്തരത്തിലുള്ളതാണല്ലോ അതിന്റെ താളം. അതിനാലാണ് അങ്ങനെ നമസ്കരിക്കാമെന്ന അനുവാദം നൽകിയിട്ടുള്ളത്. അപ്പൊ വെറും കടകളിലോ മൈതാനത്തിലോ ഒക്കെ നമ്മൾ നമസ്കരിക്കുമ്പോ ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കാം എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള തുറന്ന മൈതാനങ്ങളിൽ പ്രത്യേകിച്ച് മയ്യത്ത് നമസ്കരിക്കാൻ ചില ആൾക്കാരൊക്കെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് നമസ്കരിക്കും. പള്ളിയിൽ നമസ്കരിക്കാൻ അവർക്ക് സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മയ്യത്തിന്റെ തൊട്ടടുത്ത് നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ മയ്യത്ത് മറമാടിയതിനു ശേഷം നമസ്കരിക്കാറുണ്ട്. അവിടെ ചെരുപ്പ് ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കൂട്ടത്തിൽ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെരുപ്പ് അഴിച്ചു വെക്കാൻ പറഞ്ഞതിന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പരിശുദ്ധമായ താഴ്വരയാണ്. ആ താഴ്വരയെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ കടക്കേണ്ടത് ചെരുപ്പ് അഴിച്ചു വെച്ചുകൊണ്ടാണ്. രക്ഷിതാവായ അള്ളാഹുവിന്റെ വചനം കേൾക്കാൻ പോവാണ് നിങ്ങൾ, വഹീ നൽകാൻ നിങ്ങൾ കേൾക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പഴിച്ചുകൊണ്ട് വരണം, അഴിച്ചു വെച്ചുകൊണ്ട് വരണം. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരു മര്യാദയാണ്. ഇത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോ അഴുക്കില്ലാതെ കാലുകളിലും കൈകളിലും ഒക്കെ ഉള്ള അഴുക്കുകൾ നീക്കി അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത് ഒരു മര്യാദയാണ് എന്നിങ്ങനെയുള്ള അർത്ഥത്തിലൊക്കെ നമുക്കതിനെ കാണാവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബാക്കി അതിന്റെ വിശദമായിട്ടുള്ള ചരിത്രത്തിലേക്ക് ഇനി അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വഹീകളെ സംബന്ധിച്ചുള്ള സംസാരങ്ങളാണ് ഇനി അടുത്ത ആഴ്ചകളിലായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാനുള്ളത്. ഏതായിരുന്നാലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സമാശ്വാസം നൽകുന്ന വചനങ്ങളാണ് ഇങ്ങനെ ഈ ചരിത്രത്തിലൂടെ അള്ളാഹു ഇവിടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും അള്ളാഹു അതിന്റെ ഉപകാരപ്പെടാൻ രൂപത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോകുന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.